ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറഞ്ഞാൽ പലരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മളിന്ന് അടിപൊളിയായിട്ടൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ചിലരൊന്നും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതാ കണ്ടോ, മുരിങ്ങാക്കോലാണ് കേട്ടോ. മുരിങ്ങാക്കോൽ വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് ഞാനൊരു 2-3 എണ്ണത്തിൻ്റെ ഉള്ളിലുള്ള കാമ്പ് വലിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, മുളക് പൊടി, ഇത്രയും പൊടികളും തൈരും വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2-3 മണിക്കൂർ നേരം നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ. ഇതിലേക്ക് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് പിടിച്ചിറങ്ങണം. അപ്പോൾ നമ്മളിതെല്ലാം ഒന്നിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ എടുത്ത് വെച്ചിട്ടുള്ള മിക്സ് എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്, മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, പുറത്ത് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ച് എന്നിട്ട് ഞാൻ കുറച്ച് സവാള കട്ട് ചെയ്തെടുത്തു, തക്കാളി കട്ട് ചെയ്തെടുത്തു, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചെടുത്തു. പിന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ടുകൊണ്ട് ഒരു 1/2-3 മണിക്കൂർ നേരം അതും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു ചട്ടിയിലിട്ടിട്ട് ഒരു കുക്കറിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കുക്കറിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ്, ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഗരം മസാലയും കുരുമുളകും ചിക്കൻ മസാലയും 3 വീട്ടിൽ തയ്യാറാക്കിയതാണ്. അപ്പോൾ അരി ഞാൻ ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു കുക്കർ വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ 0 കൊളസ്ട്രോൾ ആയിട്ടുള്ള എണ്ണയാണ് ഞാൻ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ വെന്തതിന് ശേഷം അതിലേക്ക് 6 kg നെയ്യ് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ എണ്ണയാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു എടുത്തു വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി എല്ലാം ഞാൻ ഇതിലിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യും പോലെ തന്നെയാണ്. പക്ഷേ അതിൽ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാലയാണ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഈ പൊടികൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന പൊടികൾ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയാൽ. പിന്നെ ചപ്പിൻ്റെ ഇല, കറിവേപ്പില, പുതിന, നാരങ്ങ ഇത്രയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം മിക്സാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുരിങ്ങാക്കോലും അതിൻ്റെ കാമ്പും അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, കാരണം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരിയാണ്, അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 3 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് വേവ് തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് ഇപ്പം ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് നമ്മൾ സ്റ്റാർ, ജാതിക്ക, ജാതിപത്രി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ചിട്ടുള്ളതാണ്. ഏലക്ക, പട്ട, പൂവ്. ആദ്യം ഇട്ടത് വെറും ഏലക്കയും പട്ടയും പൂവും പൊടിച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് തൂവി കൊടുത്തു. അപ്പോൾ അടുത്തൊരു കിടിൽ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.